മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷക്കാരന് ഞാൻ വെല്ലുവിളിക്കുന്നു തോമസ് ഐസക്കിനെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ലക്ഷം കോടി രൂപയുടെ കുറവ് ലയബിലിറ്റിയിൽ കുറവ് പിന്നെ റിസർവ് ബാങ്കിന് ഇല്ലെങ്കിൽ വീണ്ടും പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് എല്ലാവരുടെ മുമ്പിലാണ് പറയുന്നത്. ഏറ്റവും കള്ളപ്പണം നോട്ടായിട്ടല്ലെങ്കിൽ 3 ലക്ഷം കോടി രൂപയുടെ കുറവ് റിസർവ് ബാങ്കിന് ഉണ്ടാവും ലയബിലിറ്റിയിൽ. അത് ഉറപ്പാണ്. 14 ലക്ഷത്തിൽ ഒരു 11 ലക്ഷത്തിൽ കൂടുതൽ നോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. തോമസ് ഐസക് പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. മിനിമം ഏത് സാമ്പത്തിക വിരോധമുള്ള ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോലും പറയുന്നു മിനിമം 3 ലക്ഷം കോടി. ഞാൻ 4 ലക്ഷം കോടിയാണ് പ്രവചിക്കുന്നത്. പക്ഷേ 3 ലക്ഷം കോടി രൂപയുടെ മിനിമം കുറവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അദ്ദേഹത്തിന് ആദ്യത്തെ വാദം പൊളിയാണ്. ഏതാണ്ട് 14 ലക്ഷം കോടി രൂപയുടെ കറൻസിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഡിസംബർ 30 ആവുമ്പോഴേക്കും ഒരു 11 ലക്ഷം രൂപയെങ്കിലും എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത്, അതായത് ഞങ്ങളെ അങ്ങേയറ്റം എതിർക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത് ഒരു 11 ലക്ഷം രൂപ മാക്സിമം പോയാൽ അത്രേ വരുള്ളൂ. ഒരു 3 ലക്ഷം കോടി മിനിമം കള്ളപ്പണം ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ലയബിലിറ്റി 3 ലക്ഷം കോടി കുറയ്ക്കും. അതുവഴി ധാരാളം നല്ല കാര്യങ്ങൾ രാജ്യത്ത് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് പല സന്ദർഭങ്ങളിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ വാർത്താ മാധ്യമം ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിനെ ഇപ്പൊ തെറി വിളിക്കായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഗാന്ധിജി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ ആക്ഷേപം ഗാന്ധിജിക്ക് കേൾക്കുമായിരുന്നു. 14 ലക്ഷം കോടി രൂപയാണ് ഇപ്പൊ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, തിരിച്ചു പിടിച്ചത്. ഇപ്പൊ ഇതുവരെയായിട്ട് 4 ലക്ഷം കോടി രൂപ മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നിരക്കി എത്ര ഞെക്കി ഞെരുങ്ങിയാലും ഡിസംബർ 30 ആകുമ്പോ 10 ലക്ഷം കോടിയിൽ കൂടുതൽ തിരിച്ചു വരില്ല. 4 ലക്ഷം കോടി രൂപ വെളിയിലുണ്ടാവും. അത് ആ ഡിസംബർ 30 ആകുമ്പോൾ അസാധുവാകും. ആ പൈസ ഗവൺമെന്റിന്റെ കരുതൽ ധനമായി മാറും. റിസർവ് ബാങ്കിനോട് ധൈര്യമായി പറയാം 4 ലക്ഷം കോടിയുടെ നോട്ട് ഇങ്ങോട്ട് പ്രിന്റ് ചെയ്തു തരാൻ. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5.5 ലക്ഷം കോടിയാണ്. അതിൽ അത് കടമാണ്. അപ്പൊ ഈ കടത്തിൽ 4.5 ലക്ഷം കോടി രൂപയുടെ ഒരു ആശ്വാസം ഗവൺമെന്റിനുണ്ടായാൽ, ബാധ്യത കുറഞ്ഞാൽ, വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് 4000 കോടിയാണ്. അതുപോലെ 1 ലക്ഷം വിഴിഞ്ഞം പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും.